അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി പർച്ചേസ് ചെയ്ത ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആണ്. ഈ ഒരു കാലാവസ്ഥയിൽ ഇറങ്ങാൻ ആദ്യം മടിച്ചിരുന്ന വെച്ചതാണെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മെറ്റീരിയൽസും ത്രെഡൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ബൾക്ക് മെറ്റീരിയൽ എടുക്കാനായിട്ട് ഞാൻ എറണാകുളം ബ്രോഡ്വേയിലുള്ള മോഹൻസിലായിട്ട് ആദ്യം പോയത്. അപ്പോൾ അവിടെ ഓണത്തിൻ്റെതായിട്ടുള്ളതും പിന്നെ നമുക്ക് കോട്ട് സെറ്റൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരുപാട് നല്ല കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ പുതിയത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെതായിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടിയൊക്കെ എടുക്കാനുണ്ടായിരുന്നേ. ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ട് സത്യത്തിൽ ഞാൻ ഇന്നാട്ടാ മനസ്സിലാക്കിയത്. അതിൽ നമുക്ക് ആ ഒരു കിറ്റൊക്കെ തൂക്കി പിടിച്ച് ബസ്സിൽ കയറി ഇറങ്ങണതായിരുന്നു ഏറ്റവും വലിയ പാട്. ഓണത്തിൻ്റെതായിട്ടും അല്ലാതെ നമുക്ക് കുറച്ച് ബൾക്ക് മെറ്റീരിയൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ ഏകദേശം 30 മീറ്റർ 20 മീറ്റർ അങ്ങനെ വരുന്ന ഒരു അളവിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. എപ്പോഴും മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന സമയത്ത് മക്കളാരെങ്കിലും കൂടെ വരണതായിരുന്നു. പക്ഷേ രണ്ടുപേർക്ക് ഇന്ന് പറ്റാഞ്ഞത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു കേട്ടോ. പിന്നെ അവരുണ്ടായിരുന്നെങ്കിൽ വീഡിയോസൊക്കെ ആണെങ്കിലും നല്ല രീതിയിലൊക്കെ എടുത്ത് തന്നുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ എനിക്ക് പറ്റണ ഒരു രീതിയിലാണ് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിരിക്കണത്. ഇതൊക്കെ ആയിട്ടപ്പോൾ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച ഒരു വുഡൻ്റെ 14 സൈസ് ഫ്രെയിമിൻ്റെ റേറ്റ് വരണത് 56 രൂപയാണ്. എംബ്രോയ്ഡറിയിൽ പാറ്റേൺ വരക്കാനായിട്ട് ഉപയോഗിക്കുന്ന ട്രേസിംഗ് പേപ്പർ ആട്ടിത്. അപ്പോൾ ഇത് ഞാൻ 2 മീറ്ററാണ് വാങ്ങിച്ചത്. ഈ ഒരു ഫ്യൂസിങ് ഷീറ്റ് നമുക്ക് മീറ്ററായിട്ട് മുറിച്ച് കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ അത് 1 മീറ്ററിന് 30 രൂപയാണ് ഇതിൻ്റെ വില വരണത്. 1 ലിറ്ററിൽ വരുന്ന ഈ ഒരു മിഷൻ ഓയിൽ 150 രൂപയാണ് റേറ്റ് വരണത്. പിന്നെ നമുക്ക് പാറ്റേണൊക്കെ വരക്കുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ ചോക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പെൻസിലാണിത്. പേപ്പർ റോളിങ് വെച്ചിട്ടാണ് ഇതിന് കവറിങ് വരുന്നത്. പിന്നെ താഴെയുള്ള ആ ഒരു ചരടി പിടിച്ച് വലിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ നിബ്ബ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്റ്റിച്ചിങ് ഐറ്റംസിൻ്റെയൊക്കെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.